പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വ അബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ വസിയ്യത്തിൻ്റെ ആയത്തിൽ പരാമൃഷ്ടമായ പ്രയോഗങ്ങളുടെ പൊരുളുകളും പ്രത്യേകതകളുമാണ് പഠിച്ചു വരുന്നത്. ആയത്തിൻ്റെ അർത്ഥം നമ്മൾ മൊത്തത്തിൽ പഠിച്ചുപോയി. പിന്നീട് അതിൻ്റെ പദപ്രയോഗങ്ങൾ, അതിൻ്റെ ആശയങ്ങളും അർത്ഥതലങ്ങളും അതിലെ വിധികളും വിഷയങ്ങളുമൊക്കെ മനസ്സിലാക്കി വരികയാണ്. അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ എന്നിടത്താണ് നമ്മൾ പറഞ്ഞെത്തിയത്. വസിയ്യത്ത് നിയമമാക്കപ്പെട്ടതും നിർബന്ധമാക്കപ്പെട്ടതും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അവിടെ അൽ വാലിദൈൻ വൽ അഖ്റബീൻ ആ പ്രയോഗങ്ങളുടെ വിശേഷം നമ്മൾ മനസ്സിലാക്കി. മാതാപിതാക്കൾക്ക് വസിയത്ത് ചെയ്യപ്പെടുന്നതിൻ്റെ, അടുത്ത ബന്ധുക്കൾക്ക് വസിയത്ത് ചെയ്യപ്പെടുന്ന വിധിയും നിയമവും അത് നിർബന്ധമായി നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്, പഠനാർഹമായിട്ടുള്ള ഒരു മസ്അലയുമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകത പറഞ്ഞതിന് ശേഷം പിന്നീട് വിശദമായിട്ട് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പ്രയോഗിച്ചു ബിൽ മഅറൂഫ്, മഅറൂഫായി കൊണ്ടുള്ള വസിയ്യത്താണ് നിർബന്ധമാക്കപ്പെട്ടത്. അൽബാബ ഉൽ മുലാബസ എന്ന് പറയും. വസിയ്യത്ത് നിർബന്ധമാക്കപ്പെട്ടത് മഅറൂഫായി കൊണ്ടുള്ള വസിയ്യത്ത് എന്നാണ്. എന്താണ് ഈ മഅറൂഫായി കൊണ്ടുള്ള വസിയ്യത്ത്? മഅറൂഫ് എന്ന പദം നമ്മൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. വസിയ്യത്ത് മഅറൂഫായി കൊണ്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശം എന്ത്? മഅറൂഫ് അതിൻ്റെ വിപരീത പദമാണ് മജ്ഹൂൽ. മജ്ഹൂൽ പദാർത്ഥം മഅറൂഫ് അറിയപ്പെട്ടത്, പരിചയമുള്ളത്. മജ്ഹൂൽ അജ്ഞമായത്, അറിയപ്പെടാത്തത്, അപരിചിതമായത്. അപ്പോൾ ഇവിടെ ഉദ്ദേശം ചിലർ പറഞ്ഞത് മാ അറഫഹു ശറഉ വ അഖറഹു, ശറഅ് അറിയിച്ചു തന്നത്, അംഗീകരിച്ചത്, ആ നിലക്കുള്ള വസിയ്യത്താണ് നിർബന്ധമാക്കപ്പെട്ടത്. ശറഅ് അറിയിച്ചു തന്നതും അംഗീകരിക്കപ്പെട്ടതുമായ വസിയ്യത്ത് അതാകുന്നു നിർബന്ധമാക്കപ്പെട്ടത്. ആളുകൾ പേരെടുക്കാനും പ്രശസ്തിക്കും നാട്ടുനടപ്പ് പ്രകാരവുമൊക്കെ നിർവഹിക്കുന്ന വസിയ്യത്തല്ല നിർബന്ധമാക്കപ്പെട്ടത്. പിന്നെയോ മതം, ദീനുൽ ഇസ്ലാം അറിയിച്ചു തന്ന, അംഗീകരിച്ചു തന്ന വസിയ്യത്ത് എന്നാണ്. അതേതാണ്? ഒരാൾ വിട്ടേച്ചു പോകുന്ന സ്വത്തിൻ്റെ 1/3 കൂടാതെയുള്ള വസിയ്യത്ത്, കൂടിയാൽ 1/3. ദരിദ്രന്മാരെ വിഗണിച്ചുകൊണ്ട് ദരിദ്രർക്കുള്ള വസിയ്യത്ത്, അത് ശറഅ് പറഞ്ഞ വസിയ്യത്തല്ല. പിന്നെയോ ദരിദ്രന്മാരെ വിഗണിച്ച് വിട്ടേച്ച് ധനികന്മാർക്ക് മാത്രം വസിയ്യത്ത് കൊടുക്കുന്ന രീതി, അത് മഅറൂഫല്ല, ദീൻ അറിയിച്ചതല്ല, അംഗീകരിച്ചതല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അൽ അഖല്ലു ഫൽ അഖൽ, അൽ അഹ്വജു ഫൽ അഹ്വജ്, ഏറ്റവും ആവശ്യക്കാർ അവർക്കുള്ള വസിയ്യത്ത്, അതാണ് മഅറൂഫായ വസിയ്യത്ത്. ചിലർ പറഞ്ഞത് അല്ലദീ ലാ ഹൈഫ ഫീഹി എന്നാണ്, അന്യായവും അക്രമവും തീണ്ടാത്ത വസിയ്യത്ത്, അതാണ് മഅറൂഫായ വസിയ്യത്ത്. അനന്തരമെടുക്കുന്നവർക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ മനുഷ്യ മനസ്സ് പൊരുത്തപ്പെടുന്ന, അംഗീകരിക്കുന്ന രീതിയിലുള്ളതായ വസിയ്യത്ത്, അതാണ് ഉറുഫ് അനുസരിച്ചുള്ള, നാട്ടുനടപ്പനുസരിച്ചുള്ള വസിയ്യത്ത്. അതാണ് ഇവിടെ ഉദ്ദേശം. ഇങ്ങനെയൊക്കെ ഇതിന് ഈ മഅറൂഫ് എന്ന പ്രയോഗത്തിലൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒക്കെ ശറഅ് അംഗീകരിക്കും ഇതാണ്. ചില പണ്ഡിതന്മാർ ഒന്നുകൂടി സൂക്ഷ്മമായ നോട്ടാണ്.
മജ്ഹൂലായ സ്വത്ത് കൊണ്ട് വസിയ്യത്ത് പാടില്ല. മാറൂഫായ സ്വത്ത് കൊണ്ടായിരിക്കണം വസിയ്യത്ത്. ബിൽ മാലിൽ മാറൂഫ് ലാ ബിൽ മാലിൽ മജ്ഹൂൽ. ഒരാൾക്ക് അറിയപ്പെട്ട സ്വത്തുക്കളുണ്ട്, അതിൽ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വസിയ്യത്ത് ചെയ്തവർ ആർക്കാണോ ചെയ്തത് അവർക്കറിയാം, സാക്ഷികൾക്കറിയാം ഇന്ന സ്വത്താണ് എന്ന്. അതുകൊണ്ടായിരിക്കണം വസിയ്യത്ത്. അല്ലാതെ ഒരു വ്യക്തിക്ക് അറിയപ്പെടാത്ത കുറേ സ്വത്തുക്കളുണ്ട്, അതിൽ വസിയ്യത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാക്ഷികൾക്കാകട്ടെ ആർക്ക് ആണോ വസിയ്യത്ത് ചെയ്തത് അയാൾക്കാകട്ടെ അത് തേടിപ്പിടിക്കാനും കണ്ടെത്താനും അവസരമില്ലാത്ത വിധം അജ്ഞമാണ് സ്വത്ത് എങ്കിൽ ആ സ്വത്ത് കൊണ്ട് വസിയ്യത്ത് ചെയ്യരുത്. മാറൂഫായ അറിയപ്പെട്ട സ്വത്ത് കൊണ്ടായിരിക്കണം വസിയ്യത്ത് എന്ന നിലയ്ക്ക് ഈ ആയത്തിനെ വിശദീകരിച്ചവരും ഉണ്ട്. ഇവിടെ ബിൽ മാറൂഫ്, മാറൂഫ് കൊണ്ടുള്ള വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രസിദ്ധമായ അഭിപ്രായം ശറഅ് മതം ദീനുൽ ഇസ്ലാം സമ്മതിച്ച, അംഗീകരിച്ച, അറിയിച്ച വസിയ്യത്ത് എന്നുള്ളതാണ്. അതൊന്ന് അള്ളാഹു പറഞ്ഞു വസിയ്യത്ത് ഗൈറ മുദാറിൻ, ദ്രോഹകരമല്ലാത്ത വസിയ്യത്താണ്. ആർക്കും ഒരു ദ്രോഹം വസിയ്യത്തിനാൽ ഉണ്ടാകാൻ പാടില്ല. വിശിഷ്യ അനന്തരാവകാശികൾക്ക് അവരെ വിഗണിച്ച് അവരെ നിസ്സാരവൽക്കരിച്ച് അങ്ങനെ ഒരു വസിയ്യത്ത് അത് ശറഅ് സമ്മതിക്കുന്നതോ അംഗീകരിക്കുന്നതോ അല്ല. വസിയ്യത്ത് മാറൂഫായിരിക്കണം, ശറഅ് അറിയിച്ച അംഗീകരിച്ച വിധമായിരിക്കണം. ശറഅ് അംഗീകരിച്ച വസിയ്യത്ത് അത് വസിയ്യത്ത് എഴുതിയ വ്യക്തി അയാൾ കടമുള്ളവനാണ് എങ്കിൽ, കടബാധ്യത ഉള്ളവനാണ് എങ്കിൽ വിട്ടേച്ച സ്വത്തിൽ അയാളുടെ കടം വീട്ടണം ആദ്യം. അതിനപ്പുറമാണ് വസിയ്യത്ത് നടപ്പിലാക്കേണ്ടത്. അലി റളിയല്ലാഹു അൻഹു പറയാണ് ഖദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്ദൈനി ഖബ്ലൽ വസിയ്യ, വസിയ്യത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം വീട്ടുകയാണ് ചെയ്തത്. നമ്മൾ ആ ഇവിടെ ആയത്തുകൾ കേട്ടു, പഠിച്ചു. വസിയ്യത്തിൻ്റെ പ്രാധാന്യം, എന്തുകൊണ്ടത് നിർബന്ധമാക്കപ്പെട്ടു എന്ന വിഷയം പഠിക്കവേ മിൻബഅദി വസിയ്യത്തി യൂസി ബിഹ ഔദൈൻ, യൂസീന ബിഹ ഔദൈൻ, തൂസൂന ബിഹ ഔദൈൻ, യൂസ ബിഹ ഔദൈൻ. വസിയ്യത്ത് നടപ്പിലാക്കപ്പെട്ടതിന് ശേഷം, കടം വീട്ടിയതിന് ശേഷം അനന്തര സ്വത്ത് കൊടുക്കണം എന്ന വിഷയം അവിടെയൊക്കെ വസിയ്യത്തിനെ മുന്തിപ്പിച്ചു, പിന്നെയാണ് കടം പറഞ്ഞത്. പക്ഷേ അതെങ്ങനെ പ്രയോഗവൽക്കരിക്കണം? ആദ്യം വസിയ്യത്ത് പിന്നെ കടം എന്നാണോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കടാണ് വീട്ടിയത്, പിന്നെയാണ് വസിയ്യത്ത് നൽകിയത്. അപ്പോൾ മാ അറഫഹു ശറഉ അഖറഹു, മതം അറിയിച്ച അംഗീകരിച്ച വസിയ്യത്ത് പ്രകാരമായിരിക്കണം, ബിൽ മാറൂഫ്, മാറൂഫ് അനുസരിച്ചായിരിക്കണം വസിയ്യത്ത് എന്നുള്ളതാണ്. മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും കടം വീട്ടിയതിന് ശേഷം വസിയ്യത്ത്. ബിൽ മാറൂഫ്, മാറൂഫായ നിലക്കുള്ള വസിയ്യത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ അളവിൽ മാത്രം, അധികമാകാൻ പാടുള്ളതല്ല. ലാ യൂസ ബി അസിയദ മിന സുലുസ്, മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ വസിയ്യത്ത് ചെയ്യപ്പെടാൻ പാടില്ല. അതാണ് ബിൽ മാറൂഫ്, മാറൂഫായിക്കൊണ്ടുള്ള വസിയ്യത്ത്, ശറഅ് പഠിപ്പിച്ചതും അംഗീകരിച്ചതും. ആ വിഷയത്തിൽ പ്രസിദ്ധമായ ചരിത്രം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജിന് പോയി. മക്കയിലെത്തിയ സഅദ് റളിയല്ലാഹു തആല അൻഹു രോഗഗ്രസ്തനായി. അദ്ദേഹത്തിൽ രോഗം മൂത്തു. അദ്ദേഹം രോഗത്തിൽ കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞ് രോഗസന്ദർശനം നടത്തി. അദ്ദേഹം പറയുന്നത് ഇഷ്തദ്ദ ബി ഹത്താ അശ്ഫൈതു അലൽ മൗത്ത് എന്നാണ്. രോഗം ഊർജിച്ചു, മരണം മണുത്തു എന്നാണ് അതിൻ്റെ ആശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ രോഗസന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഖദ് ബലഗ ബി
മിനൽ വജഇ മതറ. റസൂലെ, രോഗം എന്നിൽ താങ്കൾ കാണും വിധം ഇത്രമാത്രം മൂർജിച്ചു. വാനദുമാൽ, ഞാൻ സ്വത്തുള്ള ഒരു വ്യക്തിയാണ്. വല യരിസുനി ഇല്ല ഇബ്നത്തുല്ലി വാഹിദ, എന്നെ അനന്തരെടുക്കാൻ ആകെ എനിക്കൊരു പെൺമകളേ ഉള്ളൂ. അതുകൊണ്ട് അഫ അതസദ്ദഖു ബിസുലുസൈ മാലി, എൻ്റെ സ്വത്തിൻ്റെ 2/3 ഞാൻ സദക്ക ചെയ്യട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു. കുറേ സ്വത്തുണ്ട്, ഒരു മോളെ അനന്തരെടുക്കാനുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വത്തിൻ്റെ 2/3 സദക്ക ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ മരണാസന്നനായ വ്യക്തിയുടെ സദക്ക, അത് ഇവിടെ ഉദ്ദേശം വസിയ്യത്താണ്. 2/3 സ്വത്ത് കൊടുക്കട്ടെ എന്ന് പറയണം, വസിയ്യത്ത് ചെയ്യട്ടെ എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണില്ല, പറ്റൂല. ഫഅതസദ്ദഖു ബിശത്രിഹി, ഞാൻ പകുതി വസിയ്യത്ത് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി, അപ്പോൾ അദ്ദേഹം ഫസുലുസ്, എങ്കിൽ ഞാൻ 1/3 സ്വത്ത് വസിയ്യത്ത് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇത് അസ്സുലുസ് വസ്സുലുസു കസീർ, 1/3 ദാനം ചെയ്യാം, വസിയ്യത്താകാം, 1/3 തന്നെ ധാരാളമാണ് എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ വസിയ്യത്ത് അതിൻ്റെ കൂടിയ അളവ് 1/3, അത് തന്നെ കൂടുതലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്, നമ്മൾ നേരത്തെ ഇത് ഉണർത്തി. ഇന്നക അൻതദറ വറസതക അഗ്നിയാഅ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫുന അന്നാസ്, അനന്തരാവകാശികളെ ജനങ്ങളോട് കൈനീട്ടി യാചിക്കുവാൻ വിട്ടേക്കുന്നതിനേക്കാൾ അവരെ സ്വയം പര്യാപ്തരായി വിടുന്നതാണ് താങ്കൾക്ക് ഉത്തമമായത് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, വ ഇന്നക ലൻ തുൻഫിക നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹ, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് ഏതൊരു ചെലവ് നിർവഹിച്ചാലും അതിൽ താങ്കൾക്ക് പ്രതിഫലം പടച്ചോൻ തരും. ഹത്തൽ ലുഖ്മത്തല്ലതി തജഅലുഹാ ഫീ ഫമി ഇംറഅതിക്, താങ്കളുടെ ഭാര്യയുടെ വായിൽ താങ്കൾ വെച്ചു കൊടുക്കുന്ന ഭക്ഷണ ഉരുളക്ക് വരെ കൂലിയുണ്ട്. അതുകൊണ്ട് വസിയ്യത്തിലും സദഖയിലും മാത്രമല്ല കൂലി, താങ്കൾ ഭാര്യയ്ക്ക് നൽകുന്ന ജീവിത ചെലവ്, അതിൽ ഒരു ഉരുള വായയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് വരെ കൂലിയുണ്ട് എന്ന് പറഞ്ഞ് സ്വത്ത് മുഴുവൻ വസിയ്യത്ത് പാടില്ല, 2/3 പാടില്ല, പകുതി പാടില്ല, 1/3 കൂടിയാൽ അത് തന്നെ ഏറെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, വദിത്തു അന്നന്നാസ് ഗദ്ദു മിന സുലുസി ഇല റുബ്, ജനങ്ങൾ 1/3 വസിയ്യത്ത് ചെയ്യുന്നതിൽ നിന്ന് 4/1 കുറച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്സുലുസു കസീർ, 1/3 കൂടുതൽ എന്നാണ്. ചില നിവേദനങ്ങളിൽ അസ്സുലുസു കബീർ എന്നാണ് പറഞ്ഞത്, വലിയ ഒരളവാണ് 1/3 വസിയ്യത്ത് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് 1/1 എത്തരുത്, പിന്നെയോ 3/1 കുറവായിരിക്കണം വസിയ്യത്ത്, 4/1 പോലെ 5/1 ഇങ്ങനെ കുറവായിരിക്കണം എന്നാണ്. അദ്ദേഹം പറയാറുണ്ട്, 5/1 വസിയ്യത്ത് ചെയ്യുന്നവനാണ് 4/1 വസിയ്യത്ത് ചെയ്യുന്നവനേക്കാൾ ഉത്തമം. 4/1 വസിയ്യത്ത് ചെയ്യുന്നവനാണ് 3/1 വസിയ്യത്ത് ചെയ്യുന്നവനേക്കാൾ ഉത്കൃഷ്ടൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുള്ളതാണ്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ 3/1 വസിയ്യത്ത് തന്നെ കൂടുതലാണ്, വലിയൊരളവാണ് എന്ന് പറഞ്ഞതിനാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ്, മഅറൂഫായിക്കൊണ്ട് വസിയ്യത്ത് നിർബന്ധമാക്കപ്പെട്ടു. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശറഅ്, ദീനുൽ ഇസ്ലാം അറിയിച്ചതും അംഗീകരിച്ചതുമായിട്ടുള്ള നിലക്കുള്ള അളവിലുള്ള വസിയ്യത്താണ്. അതിൽ ഈ അളവ് അത് വളരെ മുഖ്യമാണ്.
നമ്മുടെ ദീൻ ഏറെ ഗൗരവം കണ്ട ഒരു മസലയാണ്. അപ്പോൾ ഇവിടെ മഅറൂഫായ നിലക്കുള്ള വസിയ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇസ്ലാം അറിയിച്ച അംഗീകരിച്ച രീതിയിലുള്ളതായ വസിയ്യത്ത്, അത് കൂടിയാൽ 1/3 ഏറെ പാടുള്ളതല്ല. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അറിയിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വ്യക്തി, അയാൾക്ക് മരണവേളയിൽ സ്വത്തായി ഉണ്ടായിരുന്നത് 6 അടിമകളാണ്, മറ്റ് സ്വത്തുക്കൾ ഉണ്ടായിരുന്നില്ല. അയാൾ എന്ത് ചെയ്തു? ഈ 6നെയും മോചിപ്പിച്ചു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ ദേഷ്യപ്പെട്ടു. ലഖദ് ഹമംതു അല്ലാ ഉസല്ലി അലൈഹി എന്നാണ്. ഇങ്ങനെ ചെയ്ത ആ മനുഷ്യന് മയ്യത്ത് നിസ്കരിക്കേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാവിച്ചു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മോചിപ്പിക്കപ്പെട്ട അടിമകളെ വിളിച്ചു. എന്നിട്ട് 3 ഭാഗമാക്കിയിട്ട് അവർക്കിടയിൽ നറുക്കിട്ടു. എന്നിട്ട് അതിൽ 2 പേരെ മോചിപ്പിച്ചു, 4 പേരെ അടിമകളാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലനിർത്തി. എന്തിന്? അനന്തരാവകാശികൾക്ക് സ്വത്ത് ലഭിക്കുന്നതിന് വേണ്ടി, സ്വത്ത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി. 1/3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ ആ സദക്ക സമ്മതിച്ചു. 2/3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരാവകാശികൾക്ക് ശേഷിപ്പിച്ചു എന്നുള്ളതാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ വിഷയത്തിൽ വേറെയും സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആയത്തുകളുടെയൊക്കെ വിശദീകരണത്തിൽ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ ബിൽ മഅറൂഫ്. നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ അയാൾ സ്വത്തുക്കൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ വസിയ്യത്ത് നിർബന്ധ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും. എങ്ങനെയായിരിക്കണം ആ വസിയ്യത്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വസിയ്യത്ത് നിർബന്ധമാക്കപ്പെട്ടത്, നിയമമാക്കപ്പെട്ടത്? അത് ബിൽ മഅറൂഫ്, മഅറൂഫ് ആയിക്കൊണ്ടാണ്. വസിയ്യത്തിൽ മഅറൂഫ് നിലനിൽക്കണം, ഉണ്ടായിരിക്കണം. അത് നടപ്പിലാക്കുമ്പോൾ എന്താണ് മഅറൂഫ്? അതിൻ്റെ വിവരണമാണ് നമ്മൾ പറഞ്ഞത്. 1, 3/1 കൂടാൻ പാടുള്ളതല്ല. 2, ദരിദ്രരെ വിഗണിച്ചുകൊണ്ട് ധനികന്മാർക്ക് മാത്രമാകാൻ പാടുള്ളതല്ല. 3, അൽ അഖല്ല ഫൽ അഖൽ, ഏറ്റവും ആവശ്യക്കാർ അവർക്കുള്ള മുൻഗണന അത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം. 4, അന്യായം, അക്രമം ഒട്ടുമില്ലാത്ത വിധമുള്ള വസിയ്യത്ത്, അതാണ് മഅറൂഫായ വസിയ്യത്ത്. 5, മനുഷ്യ മനസ്സുകൾ പൊരുത്തപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യും വിധമുള്ള നാട്ടുനടപ്പും പതിവും അനുസരിച്ചായിട്ടുള്ള മിതത്വത്തോടുകൂടിയുള്ള വസിയ്യത്തായിരിക്കണം. 6, മഅറൂഫായ അറിയപ്പെട്ട സ്വത്തിലായിരിക്കണം വസിയ്യത്ത്. ഒരിക്കലും മജ്ഹൂലായ അറിയപ്പെടാത്ത അജ്ഞമായ സ്വത്തിൽ വസിയ്യത്ത് പാടുള്ളതല്ല. ബിൽ മഅറൂഫി മിൻ മാലിഹി ഗൈരിൽ മജ്ഹൂൽ. അറിയാത്ത സ്വത്തുക്കൾ പലയിടത്തുണ്ട്, യാതൊരു തിട്ടമല്ല. അതിൽ വസിയ്യത്ത് ചെയ്താൽ ആർക്കാണോ വസിയ്യത്ത് ചെയ്തത് അയാൾക്കത് കണ്ടെത്താനോ തേടിപ്പിടിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത വിധം അജ്ഞമായ സ്വത്തുക്കളാണ് എങ്കിൽ, അതുകൊണ്ട് ആർക്കാണോ വസിയ്യത്ത് ചെയ്ത അയാൾക്ക് ഗുണമല്ല, ഉപകാരമല്ല, ഉപദ്രവമാണ് ഉണ്ടാവുക. സ്വത്ത് ലഭ്യമാകൂല. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് മജ്ഹൂലായ സ്വത്താവരുത്, മഅറൂഫായ സ്വത്താകണം. അതാണ് ഇവിടെ ഉദ്ദേശം. അതിലായിരിക്കണം വസിയ്യത്ത് എന്നാണ്. മഅറൂഫായിക്കൊണ്ടുള്ള വസിയ്യത്ത്, അതിൽ പണ്ഡിതന്മാർ പറഞ്ഞ വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. അത് ഒരിക്കലും വൈരുദ്ധ്യമായിട്ടുള്ള വീക്ഷണങ്ങളല്ല, പിന്നെ വൈവിധ്യ ആശയങ്ങളെ സമ്മാനിക്കുന്ന വീക്ഷണങ്ങളാണ്. വസിയ്യത്തിൽ ഇതൊക്കെയും പരിഗണനീയവുമാണ്. പക്ഷേ ഇതിലേറ്റവും ഊന്നേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ
അസുലുസ് വസുലുസു കസീർ, സ്വത്തിൻ്റെ 1/3 കൂടിയ അളവ് വസിയത്ത് ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറവ് അതിലായിരിക്കണം വസിയത്ത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ 4/1 5/1. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ ശിഷ്യനായി ബാല്യം മുതൽ പഠിച്ചു വന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങൾ ഏറ്റവും നന്നായി അറിയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം സർവാംഗീകൃതനായ മുഫസ്സിറാണ്, വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായി. അതിൽ അദ്ദേഹം കടാക്ഷിക്കപ്പെട്ടു. അദ്ദേഹം പറയുന്നത് നമ്മളിവിടെ മനസ്സിലാക്കി, 5/1 വസിയത്ത് ചെയ്യുന്നതാണ് 4/1 വസിയത്ത് ചെയ്യുന്നതിനേക്കാൾ ഉത്തമം. ഒരാൾ വിട്ടേച്ച ഒരാളുടെ മൊത്തം സ്വത്തിൻ്റെ 5/1 ഭാഗം വസിയത്ത് ചെയ്യലാണ് 4/1 വസിയത്ത് ചെയ്യുന്നതിനേക്കാൾ ഉത്തമം. 4/1 വസിയത്ത് ചെയ്യലാണ് 3/1 വസിയത്ത് ചെയ്യുന്നതിനേക്കാൾ ഉത്തമം. കാരണം 3/1 കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് വസുലുസു കസീർ, 3/1 വസിയത്ത് ചെയ്യുക എന്നുള്ളത് തന്നെ കൂടുതലാണ്. വസുലുസു ഖബീർ, അതിന് വലിയൊരളവാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, വദിത്തുലു അന്നന്നാസ് ഗദ്ദു മിനസുലുസി ഇല റുബ്, ആളുകൾ 3/1 പകരം 4/1 വസിയത്ത് ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്, ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോൾ അത് ഈ ഒരു ഇത് ബിൽ മാറൂഫ് എന്നതിൽ ഈ ഒരു ഭാഗം, ഈ ഒരു അർത്ഥതലം അത് ഏറ്റവും മുഖ്യവും പ്രധാനവുമാണ് എന്നുള്ളതാണ് ഇവിടെ പിന്നെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമ്മളിവിടെ പഠിച്ചത് അൽ വസിയത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മാറൂഫ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഹഖൻ അലൽ മുത്തഖീൻ, എന്താണ് ഈ ഭാഗം തേടുന്നത്? ഒപ്പം ഞാൻ സൂചിപ്പിച്ച കർമ്മശാസ്ത്ര മസാല, അതേപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൻ്റെ നിദാനശാസ്ത്രമായ ഉസൂലുൽ ഫിഖ്, അതിൽ സംസാരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയമാണ് ഈ കുതിബ അലൈക്കും എന്നതിൻ്റെ നിർബന്ധ വിധി. അത് മൻസൂഖ് വിധി ദുർബലപ്പെടുത്തപ്പെട്ട വിഷയമാണോ, അതല്ല മഖ്സൂസ് വിധി പ്രത്യേകമാക്കപ്പെട്ട വിഷയമാണോ? ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കുവാനുള്ള ഒരു പ്രധാന ഭാഗമാണ്. കുറച്ച് ചരിത്രങ്ങളും വിഷയങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.